താങ്ക് യു നാഗേഷ് സാർ. വളരെ ഭംഗിയായിട്ടുള്ള ഒരു വെൽക്കം സ്പീച്ച്, അതും കിലോമീറ്ററുകൾക്കപ്പുറത്ത്, കടലിനപ്പുറത്ത് USA നിന്നുള്ള ഒരു വെൽക്കം സ്പീച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇന്നത്തെ നമ്മുടെ ട്രെയിനർ നിങ്ങൾക്ക് പരിചയമുള്ള ആൾ തന്നെയാണ്, പ്രൊഫസർ ജുനൈസ് വി. അദ്ദേഹം അൽഷിഫ ഫാർമസി കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളാണ്. ഇതിനു മുമ്പ് നമുക്ക് ഏതാനും സെഷനുകളൊക്കെ എടുത്തിരുന്നു. നമ്മളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന, ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ തന്നെ സെഷൻ എടുക്കാൻ അദ്ദേഹം, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ടോപ്പിക്കിൽ അദ്ദേഹം വളരെ മിടുക്കനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നും അത് തന്നെയാണ്, ന്യൂ ജനറേഷൻ കുട്ടികളെ കുറിച്ചുള്ള ഒരു സെഷൻ തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ബാഗ് സ്പെഷ്യൽ അവാർഡ് ഇൻ ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ കാറ്റഗറി ഓഫ് സ്റ്റേറ്റ് NSSL 2024, റിസോഴ്സ് പേഴ്സൺ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം KUHS, റിസോഴ്സ് പേഴ്സൺ സ്റ്റുഡന്റ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് പ്രോഗ്രാം SSGP KUHS, റിസോഴ്സ് പേഴ്സൺ NSS KUHS JCA സോൺ ട്രെയിനർ, മെമ്പർ IPA കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് PG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ 2021 മുതൽ 2024 വരെ. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് നാഷണൽ സർവീസ് സ്കീം സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് മെമ്പർ ആൻഡ് മലപ്പുറം ഡിസ്ട്രിക്ട് കൺവീനർ, യൂത്ത് റെഡ് ക്രോസ് കോർഡിനേറ്റർ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഗ്രാജുവേറ്റ് അസോസിയേഷൻ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ APTI, മെമ്പർ കേരള സ്റ്റേറ്റ് ഫാർമസിസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ മെമ്പറാണ്, ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ട്രെയിനറാണ്. 21 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ബഹുമാനപ്പെട്ട നമ്മുടെ പ്രൊഫസർ ജുനൈസ് സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദ ഫ്ലോർ ഈസ് യുവേഴ്സ് സർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു മനോജ് സാർ. വളരെ പിന്നെ ഈ KUHS എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ആരോഗ്യ സർവകലാശാലയാണ്. അപ്പൊ അതിൽ കൺഫ്യൂഷൻ അത്രയുള്ള ജസ്റ്റ് സൂചിപ്പിച്ചു. രാവിലെ തന്നെ ഞാനൊരു മോശം വാർത്ത പറഞ്ഞിട്ട് തുടങ്ങേണ്ടി വരുന്നൊരു സങ്കടമുണ്ട്. നമ്മളാ ടീച്ചർ മരണപ്പെട്ടു കേട്ടോ. നിങ്ങൾ അറിഞ്ഞോ? ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് കേട്ടോ അത്. നമ്മുടെ ആ ടീച്ചർ മരണപ്പെട്ടു. നിങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നാഗേഷ് സാറിനെ പഠിപ്പിച്ചിട്ടുണ്ടാവും, മാത്യു സാറിനെ പഠിപ്പിച്ചിട്ടുണ്ടാവും, മനോജ് സാറിനെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ആ ടീച്ചർ മരണപ്പെട്ടു പോയി. കഴിഞ്ഞ ആഴ്ചയായിരുന്നു മരണം. ഓക്കെ, അറിഞ്ഞായിരുന്നു നിങ്ങൾ? വാർത്തയിൽ എവിടെയെങ്കിലും, അമേരിക്കയിലൊക്കെ ന്യൂസ് എത്തിയോ? ക്ലൂ ആ ടീച്ചറെ ആ ടീച്ചറെ നിങ്ങൾ അറിയില്ലേ? എന്താണ് മുജീബ് സാറേ? ആ ടീച്ചർ മരിച്ചിട്ട് നിങ്ങളൊന്നും പോയില്ല? കോഫി ടോക്കിന്റെ റെപ്രസെന്റേറ്റീവ് ഒന്നും പോയില്ല? നമ്മളാ ഒരു കഥ പഠിപ്പിച്ചിരുന്നില്ലേ ടീച്ചർ? കാക്ക പിന്നെ ദാഹിച്ചു വലഞ്ഞ കാക്ക പിന്നെ വെള്ളം തപ്പി നടന്നപ്പോ ഒരു കുടത്തില് കുറച്ച് മൺകലത്തില് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ കല്ലിട്ട് 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 വെള്ളം പൊക്കിയിട്ട് പിന്നെ മുകളിലേക്ക് വന്നപ്പോ കാക്ക വെള്ളം കുടിച്ചു. ഓക്കെ, ഒരു ക്രിയേറ്റീവ് ഇന്നോവേറ്റീവ് ടെക്നോളജിയാണ്. 90-കളിലെ 80-കളിലെ 70-കളിലൊക്കെ കുട്ടികളെ പഠിപ്പിച്ച ടെക്നോളജിയാണ്. ആ ടീച്ചർ മരിച്ചു. കാരണം അവര് ജെൻസി കുട്ടികൾക്ക് ഇതേപോലെ ക്ലാസ് എടുത്തു കൊടുത്ത് ഒരു ദിവസം ടീച്ചർ കിണറ്റിൽ ചാടിയപ്പോ കുട്ടികൾ എന്ത് കാണിച്ചു? ടീച്ചർ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കല്ലിട്ട് കൊടുത്തു. അപ്പൊ കല്ലിട്ട് ടീച്ചർ പിന്നെ കല്ല് വീണിട്ട് തന്നെ മരിച്ചു. അപ്പൊ അത് അറിഞ്ഞായിരുന്നോ നിങ്ങള്? മരിച്ചറിഞ്ഞില്ലേ? അമേരിക്കയിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് കാലഘട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റോറീസും പഠിപ്പിക്കുന്ന നമ്മളുടെ ആദ്യം നമുക്ക് ഈ എന്താ പറയാ, ചൊട്ടയിലെ ശീല ചുടല വരെ എന്ന് പറയും അല്ലെ. അപ്പൊ ഈ തുടക്കം മുതലേ ഇതൊരു സാങ്കല്പിക മരണം കേട്ടോ. നിങ്ങളെയൊക്കെ പഠിപ്പിച്ച ആളാണ് എന്നെയും പഠിപ്പിച്ച ആളാണ്. ഈ നമ്മൾ പണ്ട് പഠിച്ച കഥകളാണ് ഇതൊക്കെ. അപ്പൊ ആ ടീച്ചറെയും നമ്മളെയും ഒക്കെ ആദ്യം മാറ്റി വെച്ചിട്ടേ നമുക്ക് ജെൻസീനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവരെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ശീലിച്ച പാഠങ്ങളിൽ നിന്ന് പുറത്തേക്ക് ചാടണം. കാരണം ഈ ടെക്നോളജി കൊണ്ട്, ഈ കഥയും കൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് പോയിട്ട് സ്റ്റാറാന്ന് വിചാരിക്കരുത്. അവർ തന്ത വൈബ് എന്ന് പറയും. അന്നത്തെ ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ക്രിയേറ്റിവിറ്റിയുടെ പീക്കാണ്. നല്ല സ്റ്റോറിയാണ്, നല്ല മോറൽ വാല്യൂ ഉള്ളതാണ്, നല്ല ഡിസിപ്ലിൻ ഉള്ളതാണ്, നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന സ്റ്റോറീസ് ആണ്. അപ്പൊ കാക്ക അങ്ങനെ ചെയ്യാറുണ്ട്. കാക്ക ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള വളരെ ബുദ്ധിയുള്ള പക്ഷിയാണ്. പക്ഷെ ആ കാക്കയും ഈ ടെക്നോളജിക്ക് അനുസരിച്ച് മാറേണ്ടി വരും. കാരണം സ്വിഗ്ഗിയിൽ വരുന്ന പ്ലാസ്റ്റിക് കവറിലുള്ള ഭക്ഷണമൊക്കെ കൊത്തിയെടുക്കാൻ കാക്ക പഠിക്കണം. ഓക്കെ, പണ്ട് നമ്മൾ തേക്കിന്റെ ഇലയിലോ പിന്നെ ഇലയിലോ വലിച്ചെറിഞ്ഞിരുന്ന ഭക്ഷണം
കാക്കയ്ക്ക് ഓപ്പൺ സ്പേസിൽ കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് പിന്നെ ഫ്ലാറ്റുകളിൽ ഡംപ് ചെയ്ത വേസ്റ്റ് ഈ വേസ്റ്റ് എടുക്കാൻ കാക്ക പഠിച്ചില്ലെങ്കിൽ കാക്കന്റെ ടെക്നോളജി പോയി. ഓക്കെ. അപ്പൊ ജെൻസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജെൻസിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക എന്നല്ലാതെ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് പഠിച്ചതെന്ന് പറയണം. നമ്മളുടെ ഇഷ്ടപ്പെട്ട കഥകൾ എന്തൊക്കെയായിരുന്നു അന്നത്തെ? ആ കഥകൾ ഇപ്പോഴത്തെ ഇതിൽ അപ്ലിക്കബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ബി ഫ്രാങ്ക്, എല്ലാ കഥകളൊന്നും അപ്ലിക്കബിൾ അല്ല. കുട്ടികൾക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴേ തന്നെ അതിലും പാറ്റേൺസ് മാറും. അതിലൊന്നാണ് നമ്മൾ പഠിച്ച ഒരു കഥയാണ് ആമയും മുയലും പന്തയം വെച്ചു. കാരണം ഓക്കെ, അപ്പൊ ഈ മുയല് തോറ്റ് ആമ ജയിച്ചു ആ മടി എന്നൊക്കെ പറയണ ഇവരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്പീഡ്, നമ്മള് വോയിസ് കേൾക്കണതിന് 2 സ്പീഡിലാണ്. ഒരു പിന്നെ മൂവി അവര് പിന്നെ കാണുന്നത് സ്പീഡിലാണ്. ഓക്കെ. ഒരു പിന്നെ വീഡിയോ ഗെയിം കളിക്കുന്നതിന് സ്പീഡിലാണ്. അവർക്ക് ക്ഷമയില്ല, സ്പീഡാണ് ഇവരുടെ പ്രധാന ഘടകം. അപ്പൊ ഒരു ആമയും മുയലിന്റെ കോമ്പറ്റീഷൻ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു നമുക്ക് വളരെ കൗതുകങ്ങളാണ്. കാരണം നമുക്ക് അതിലൊരു നിഷ്കളങ്കത ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, പേഷ്യൻസ്, ക്ഷമ ഉണ്ട്, മൊറാലിറ്റി എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് അതൊരു കഥയായിട്ട് തോന്നണമെന്നില്ല. കാലഘട്ടം മാറി എന്നുള്ളത് ഞാൻ ആദ്യം തന്ത വൈബിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. മുജീബ് സാറേ, ഇത് ഒരു സെഷനിൽ നിൽക്കും തോന്നുന്നില്ല. വേറൊരു സെഷനും കൂടെ തന്നാൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഞാൻ ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് അതില് നമുക്കുള്ള പിന്നെ പിന്നെ വേറെ ആമയും മുയലും അതേപോലെ തന്നെയാണ്. പിന്നെ പിന്നെ മഴു കൊണ്ട് അല്ലെ, പിന്നെ ഒരു മരം വെട്ടുകാരൻ പോയിട്ട് ആദ്യം ഒന്ന് എറിഞ്ഞു, രണ്ടാമത് എറിഞ്ഞു, ആദ്യം ദേവത ഒന്ന് കൊടുത്തു, അതെല്ലാം എന്ന് പറഞ്ഞു, ഗോൾഡ് കൊടുത്തു, സിൽവർ കൊടുത്തു, അവസാനം മരത്തിന്റെ കൊടുത്തപ്പോ നിഷ്കളങ്കത എന്ന് പറഞ്ഞില്ലേ. അവിടെ മഴുവിന്റെ സ്ഥാനത്ത് ഇവർക്ക് കൊടുക്കേണ്ടി വരിക. അല്ല, ആ കഥകൾ എല്ലാവർക്കും അറിയില്ല, ഞാൻ ഷോർട്ടാക്കി പറഞ്ഞു അല്ലെ. മരം വെട്ടുകാരൻ, നിങ്ങളൊന്ന് ഇന്ററാക്ട് ചെയ്യണം കേട്ടോ, നിങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയി ഇതിന് തൊട്ടു സെഷനിലൊക്കെ മാധവന്റെ കഥയല്ലേ സാറേ? ആ മരം വെട്ടുകാരൻ മാധവന്റെ കഥ. മാധവന്റെ എന്തായിരുന്നു അത്? കൊണ്ടുപോയി കൊടുത്തിട്ട് അല്ല, അല്ല, അയാളെ പുഴയില് പുഴയിൽ വിളിച്ചപ്പോ നോർമലി മഴ ജലദേവത. വെട്ടും. ആ മരം വെട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അയാളുടെ മഴു വെള്ളത്തിലേക്ക് പോയി. ആ അപ്പൊ ഇങ്ങനെ ജ- കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജലദേവത വന്നു. എന്നിട്ട് വന്നു. ആദ്യം ആ വെള്ളിയുടെ കാണിച്ചു, പിന്നെ സ്വർണത്തിന്റെ കാണിച്ചു. അപ്പോഴൊക്കെ വേണ്ട എല്ലാന്ന് പറഞ്ഞു. സത്യസന്ധതയാണ് അവിടെ. ആ അവിടെ 3 കൊടുത്തു. അതെ. അപ്പൊ ഇവിടെ നമുക്ക് കഥ ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും. ആദ്യം മറ്റേ നോക്കിയന്റെ ഫോണ്, നോക്കിയന്റെ ഫോണാണ് വെള്ളത്തിക്ക് വീണത്, മറ്റേ 50 റുപ്യന്റെ. അല്ല, ആരും എറിയാൻ പറ്റുന്ന. അതില് പിന്നെ ഇവർക്ക് കുട്ടികൾക്ക് പ്ലേ സ്റ്റേഷൻ കാണിച്ചു കൊടുത്തു ജലദേവത. അപ്പൊ അതില് പിന്നെ അതല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ടാബ് കാണിച്ചു കൊടുത്തു, പിന്നെ ഐഫോൺ 17 കാണിച്ചു കൊടുത്തു, അവസാനം ഈ നോക്കിയയുടെ ഫോൺ കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഇതാണ് എന്റെ ഫോൺ. ഓക്കെ. കാരണം എന്തുകൊണ്ടാ? രാവണൻ എത്ര തലയാ? അതൊക്കെ മസിൽ പിടിച്ചിരുന്ന എങ്ങനെയാ? രാവണൻ 10 എത്ര തല, തലയാ? 10 തല. 10 തല. എന്നാൽ 90s കിഡ്സിന് കൈയും കാലും തലയും ഉണ്ട്. ഓക്കെ. ഇവിടെ ജെൻസിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് മൊബൈലും തലയും കൈയും കാലുമാണ്. ആ മൊബൈൽ നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി വരും. ഫോൺ സെപ്പറേഷൻ ആങ്സൈറ്റി, PSA, ഫോൺ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അത് രോഗമായിട്ടല്ല, അതൊരു സിസ്റ്റേഴ്സ്, ഏതാണ് ഒരു അവസ്ഥയാണ്. അതിപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും ഫോൺ സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ട്. അപ്പൊ അവരുടെ കൈയോ കാലോ അവരുടെ ജനനേന്ദ്രിയോ അതിന്റെ സെക്ഷൽ ഓർഗൻസോ പോലെയാണ് അവർക്ക് ഫോൺ. അപ്പൊ നിങ്ങൾ എങ്ങനെയാ അത് മാറ്റി വെക്കുക? ഇത് എവിടുന്ന തുടങ്ങിയത്? അതിന് അലി കടുകശ്ശേരിയുടെ ഒരു കവിത ഉണ്ട്, നിങ്ങള് സൈലന്റ് മോഡ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ സമ്മറി ഞാൻ പറയാം. അറിയോ നിങ്ങൾക്ക്? കവിത അറിയണ ആരെങ്കിലും ഉണ്ടോ? സൈലന്റ് മോഡ് അതായത് അമ്മയ്ക്ക് പിന്നെ ഒരു ഉണ്ണി ജനിച്ചു. ആ ഉണ്ണി, സമ്മറിയാ പറയണേ, കവിത രൂപത്തിൽ പറയണില്ല. ഉണ്ണി വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. കാരണം നമ്മൾ ഇഷ്ടംപോലെ ഷുഗർ ഒക്കെയാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. ചോക്ലേറ്റ് ആണ് കൊടുക്കുന്നത്, ഐസ്ക്രീം ആണ് കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക്കലി കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആവും. ഹൈപ്പർ ആക്റ്റീവ് ആവുമ്പോൾ കുട്ടി നിലം തൊടാതെ പറന്നുകൊണ്ടേയിരിക്കും, ആക്ടിവിറ്റീസ് ഭയങ്കരമായിരിക്കും. ആ കുട്ടീനെ പിന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് ഊണ് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ അമ്മ ഒരു വഴി കണ്ടുപിടിച്ചു. എന്താണ്? പിന്നെ ഒരു ഫോണ് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. 1 വയസ്സില്, 2 വയസ്സില്, 3 വയസ്സിലൊക്കെ ഫോണ് കയ്യിൽ കൊടുത്തു. പിന്നെ ആ കുട്ടി എന്തായി? ആ സൈലന്റ്. കുട്ടി അതിലേക്ക് നോക്കി. അങ്ങനെ കുട്ടി പുറലോകം കാണാതെയായി. അപ്പൊ പൂക്കള്, ചെടികള്, കിളികള് ഒന്നും കാണാതെയായി. അണ്ണാറക്കണ്ണനെ കാണാതെയായി, കാക്കയെ കാണാതെയായി, പുറലോകം കാണാതെയായി, പൂമ്പാറ്റയെ കാണാതെയായി. ഒക്കെ ഡിജിറ്റൽ പൂമ്പാറ്റകളും ഡിജിറ്റൽ മയിൽപീലികളും ഡിജിറ്റൽ പിന്നെ കാക്കകളും ഒക്കെ ആയി. ക്രമേണ ആ കുട്ടി സൈലന്റ് മോഡിലായി.
ഇതാണ് അലി കടുകശ്ശേരിയുടെ കവിത. ഇത് ഞാൻ നേരെ ഇങ്ങോട്ട് വിടുന്നു, ഫ്രാൻസിലേക്ക്. അവിടെ കാഫ്കയുടെ ഒരു കഥയുണ്ട്, മെറ്റമോർഫോസിസ്. ക്യൂട്ടായിട്ടുള്ള 50കളിലുള്ള ഒരു കഥയാണ്. അത് ഏത് കാലഘട്ടത്തിൽ നോക്കുന്നതാണ്. ഒരു സെയിൽസ്മാൻ ഒരു പിന്നെ ഒരു ഘട്ടത്തിൽ സെയിൽസ്മാന്റെ പിന്നെ യാന്ത്രികമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ അയാള് ഒരു വിചിത്ര ജീവി, പാറ്റയെ പോലുള്ള ഒരു വിചിത്ര ജീവിയായിട്ട് മാറി. ഓക്കെ, ആ ജീവി പിന്നെ സ്വന്തം വീട്ടില്, അപ്പൊ അവിടെ പെങ്ങളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഒരു വിചിത്ര ജീവിയായിട്ട് മാറി. ക്രമേണ അയാൾക്ക് അതിലേക്ക് പരിണാമം സംഭവിക്കണം. ഇത് തന്നെയാണ് നമ്മളുടെ ജെൻസിക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും അവരെ ഒരു വിചിത്ര ജീവിയാക്കി, അവർക്കൊരു ക്ലാസ് ജനറേഷൻ ആക്കി, അവരെ ചില്ലും കൂട്ടിലാക്കി. പിന്നെ നമ്മൾ ഏറാണ് തലങ്ങൊന്നും വിലങ്ങുന്നു. ഈ തലമുറ അങ്ങനെയായി, ഈ തലമുറ ഹോമോസെക്സ് ആയി, ഈ തലമുറ ലെസ്ബിയനായി, ഈ തലമുറ പിന്നെ ഡ്രഗ്സിലേക്ക് പോയി, ഈ തലമുറ പിന്നെ ആളുകളെ വെട്ടിക്കൊല്ലുന്നു, അല്ലെ ഈ തലമുറ ബോധമില്ല, ഓക്കെ, ഈ തലമുറ നമുക്ക് ഒരു യൂസ്ഫുൾ അല്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ എറിഞ്ഞിട്ടാണ് അവർ. ആക്ച്വലി എല്ലാ കാലഘട്ടത്തിലും ഇതൊക്കെ ഉണ്ട്. നാഗേഷ് സാറോട് ചോദിച്ചു നോക്കൂ, നാഗേഷ് സാറേ, ഹിപ്പി ഹിപ്പി എന്ന് പറഞ്ഞൊരു തലമുറ ഉണ്ടായിരുന്നു. സാറൊക്കെ അതിന് ജസ്റ്റ് രക്ഷപ്പെട്ടല്ലേ, ഉള്ള കാര്യം പറ. അല്ലെ, വോയിസ് ഇല്ല, കട്ടാ, വോയിസ് അല്ലെ. തലമുടി ഹിപ്പി സ്റ്റൈൽ ആയിരുന്നു, ഹിപ്പി ആയില്ല ആ എന്ന് മാത്രം. അല്ല, അതന്നെ സാറ് ജസ്റ്റ് രക്ഷപ്പെട്ടല്ലേ. യെസ്. അല്ലെങ്കിൽ അന്ന് തന്നെ കഞ്ചാവ് അടിച്ച് തീരുമാനമായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതാട്ടോ, ആ ജനറേഷന് പറയാം. ആ കാലഘട്ടത്തിൽ 80കളില് 70കളിലും ഒക്കെ ഹിപ്പി ജനറേഷൻ, അവർ അന്നത്തെ ജെൻസി ആയിരുന്നു. ഓക്കെ, അതിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴോ കഞ്ചാവ് അടിച്ച് തീരുമാനമായിരുന്നു. ഓക്കെ, അപ്പൊ ഹിപ്പികളുടെ ഒരു തലമുറ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലും ഡ്രഗ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ആ കാലഘട്ടത്തിലും നമ്മൾ പറയുകയാണെങ്കിൽ ഹോമോസെക്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ക്രിസ്ത്യൻ ഇസ്ലാമിക് ഇതിൽ തന്നെ ഒരു പ്രവാചകൻ ജനിച്ച തന്നെ, അല്ലെങ്കിൽ ഉണ്ടായത് തന്നെ, അവതരിച്ച തന്നെ പിന്നെ ഹോമോസെക്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ഒരു പിന്നെ ആ പാറ്റേൺ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. നമ്മൾ ഇവരെ പിന്നെ മെറ്റമോർഫോസിസ് നടന്ന പോലെ, കാഫ്കയുടെ രൂപമാറ്റം സംഭവിച്ച പോലെ, ഇവര് പഴകിയ ഭക്ഷണമാണ് ആ പിന്നെ വിചിത്ര ജീവി കഴിക്കാന്ന് പറഞ്ഞ പോലെ ഇവർ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് വിമർശിക്കാൻ പറ്റിയ ഒരു ആയുധം കിട്ടിയെന്ന് തന്നെ ഉള്ളൂ. ഓക്കെ, പക്ഷെ അവരെ കൊണ്ടുള്ള പിന്നെ ഇത് വിപ്ലവങ്ങൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാഷ്ട്രീയം പറയാറില്ല. ഓക്കെ, ജെൻസി ഉണ്ടാക്കുന്ന വിപ്ലവം പിന്നെ അതിന്റെ പാറ്റേൺസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ പണ്ട് കാലഘട്ടത്തിലുള്ള പാറ്റേൺസ് നിന്ന് മാറിയിട്ട്, സമര രീതികൾ മാറിയിട്ട്, റോഡിൽ ഇറങ്ങിയിട്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നതിന് പകരം ഓക്കെ ഒരൊറ്റ അക്കൗണ്ട് കൊണ്ട് 2 കോടി ജനങ്ങൾ ഫോളോവേഴ്സ് വന്ന് ഡിജിറ്റൽ റെവല്യൂഷൻസ് ആണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ നേപ്പാളിൽ ചെയ്തത്. അങ്ങനെയാണ് അവര് പിന്നെ വേറെ 1-2 രാജ്യങ്ങളിൽ അവർ പിന്നെ തുർക്കിയിൽ ചെയ്തത്. ഓക്കെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് അവർക്ക് നീഡ് വന്നു. എന്താണ്, അവരുടെ സോഷ്യൽ മീഡിയാസും എല്ലാതും ഹാക്ക് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തപ്പോൾ അവർ നേപ്പാളിലും തുർക്കിയിലും പല രാജ്യങ്ങളിലും അവർ ഇതേപോലെ വിപ്ലവം തുടങ്ങി. അത് ഇവിടെ ഇന്ത്യയിലും വന്നു തുടങ്ങി. അത് ഹാക്ക് ചെയ്തുകൊണ്ടല്ല, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാർത്തകൾ. ഞാൻ അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ജനതാ പാർട്ടി, രാഷ്ട്രീയ പാർട്ടി, ഇപ്പൊ റീസെന്റ് ആയിട്ട്, രാഷ്ട്രീയ പാർട്ടി അല്ല, ഒരു ജെൻസി വിപ്ലവം റീസെന്റ് ആയിട്ട് സംഭവിച്ചു. ഒരു സുപ്രീം കോർട്ട് പിന്നെ ജഡ്ജിന്റെ ഒരു കമാൻഡിൽ നിന്ന് ആ ഒരു ഡയലോഗിനെതിരെ ഒരു 2 പിന്നെ മില്യൺസ് ബ്ലോക്ക് ചെയ്തു. അത് വീണ്ടും പൂട്ടി, വീണ്ടും തുറന്നു. സോ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഇനിയുള്ള വിപ്ലവങ്ങൾ, അല്ലെങ്കിൽ ഇനിയുള്ള സമരമുറകൾ നമ്മുടെ ആ ഒരു പാറ്റേണിന് മാറിയിട്ടായിരിക്കും എന്നുള്ളത് പറയും. പിന്നെ രാഷ്ട്രീയത്തിനുപരി സംസാരിക്കുകയാണെങ്കിൽ ഈ ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ 32%. അത് ഈ പ്രാവശ്യത്തെ നിയമസഭാ ഇലക്ഷന് 2 പേരാണ് അതിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. പറയാൻ പറ്റുമോ? ഞാൻ രാഷ്ട്രീയം പറയല്ല, പക്ഷെ ഉപയോഗിച്ച ആൾക്കാരെ പറയാം. ഇപ്പൊ സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ട് കണക്കാക്കുന്നത് 2 നേതാക്കന്മാര് സതീഷ് ഉപയോഗിച്ചു. ഒന്ന് വി ഡി സതീശൻ, ഓക്കെ, മുഖ്യമന്ത്രി, നിലവിലുള്ള മുഖ്യമന്ത്രി. പിന്നെ ഒന്ന് ഷാഫിയാണോ? ഷാഫി അല്ല, ഒന്ന് കേരളം വിടണം. വിജയ് ആണോ സർ? എക്സാക്ട്ലി, അപ്രീഷിയേറ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വിജയുടെ 90% വിജയത്തിന്റെ ഘടകം ജെൻസിയാണ്.
കാരണം വിജയ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, അതിൽ സെൻസിറ്റൈസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവർ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചത് സതീഷിനേക്കാളും വി ഡി സതീഷിനേക്കാളും വിജയാണ്. കാരണം നമ്മളുടെ പിന്നെ ജനറേഷന്റെ 32% വോട്ട് ബാങ്ക് അവരുടെ കയ്യിലാണ്. അപ്പൊ വിജയ് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കത് ഒന്ന് റിസർച്ച് ചെയ്താൽ മനസ്സിലാവും. പിന്നെ ഓരോ ജില്ലകളിൽ മാത്രമല്ല, ഓരോ പഞ്ചായത്തുകൾ, ഓരോ സ്ഥലത്തും ജെൻസിയുടെ കൂട്ടായ്മകളാണ് വിജയ്ക്ക് ഉണ്ടായിരുന്നത്. അതിലേക്ക് മറ്റുള്ളവരും ഉണ്ട്, പക്ഷെ അതിനെ കണക്ട് ചെയ്യുന്നതും അതിനെ ലിങ്ക് ചെയ്തതും അതിനെ സെൻസിറ്റൈസ് ചെയ്തതും എല്ലാം അതിങ്ങനെ യൂട്യൂബുകള് പിന്നെ വീഡിയോസ് ഒക്കെ ഇത്ര ലക്ഷം, ഇത്ര കോടി ജനങ്ങൾ കാണുക എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ ഏതായാലും രാവിലെ കൈക്കോട്ടെടുത്ത് ഇറങ്ങുന്ന കർഷകർ യൂട്യൂബിൽ ലൈക്ക് അടിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ കാണാതെ പോയത് ഇവരുടെ സ്ട്രെങ്ത് ആണ്. അതായത് 32% പോപ്പുലേഷൻ ആയി കഴിഞ്ഞു. കാരണം ഇപ്പോഴത്തെ 25 വയസ്സുള്ള ജെൻസികൾ മിനിമം 26 വയസ്സായി കഴിഞ്ഞു ഒരു ജെൻസിക്ക്. നമ്മൾ കുട്ടിയായിട്ട് കണക്കാക്കാൻ പാടില്ല. സോ അപ്പോ അടുത്തൊരു ഇത് കൂടെ വരുമ്പോ ഒരു 10 കൊല്ലം കൂടെ കഴിയുമ്പോൾ ജെൻസ് ആൽഫയും മാത്രം ഏറ്റവും കൂടുതൽ അവർ 50% ഒക്കെ കടന്നു പോകും. നമ്മള് പിന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരു ക്ലൂ ആയിട്ട് പറയാം. ഏത് കാര്യം പറയുമ്പോൾ ചെയ്യുമ്പോഴും, നിങ്ങളൊരു പാർട്ടി തുടങ്ങുകയാണെങ്കിലും നിങ്ങളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും നിങ്ങൾ ജെൻസിനെ അഡ്രസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ട്. ജെൻസിനെ അഡ്രസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഫ്യൂച്ചർ ഗ്രോത്ത് കുറയും. ഓക്കെ, ഒരു ഗോൾഡ് ഫിഷ് എത്ര സെക്കൻഡ് അനങ്ങാതിരിക്കും? 8 സെക്കൻഡ്. വെരി ഗുഡ്. ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. എന്നാലും ഒരു ആവറേജ് സെക്കൻഡാ പറഞ്ഞത്, 8 to 10 സെക്കൻഡാണ്. ഓക്കെ, ഒരു റീല് എത്ര സെക്കൻഡാ? ഇപ്പോഴത്തെ ഇതില് 2 സെക്കൻഡിനായിട്ട് കൂടുതൽ ചില മീനുകൾ ചിലപ്പോ നമുക്ക് ഇതേമാതിരി അസുഖമൊക്കെ ഉള്ള മീനുണ്ടാവും, വാദമുള്ള മീനുകളൊക്കെ ഉണ്ടാവില്ലേ, പറയാൻ പറ്റില്ല. നമ്മള് ആവറേജ് അല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെ, മനുഷ്യന്മാരുടെ ഇടയിലും അങ്ങനെ തന്നെ അല്ലേ. ഒരാൾ ഇത്ര നേരം നിൽക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീവിയേഷൻ വരെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ആൾക്കാർ കറക്റ്റ് 8 നമ്മൾ ഇതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂസ് അല്ലേ. അതിന് ആവറേജ് എടുക്കുമ്പോഴാണ് 8 എന്ന് പറയുന്നത് സയൻസിന്റെ സ്റ്റഡീസ്. ഇത്ര ശതമാനം 32% എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് 35 ചിലപ്പോൾ 30 ഒക്കെ ആവാം. ആവറേജ് സ്റ്റഡീസ് അല്ലേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ പിന്നെ ചോദ്യം അതല്ലല്ലോ ഞാൻ ചോദിച്ചേ. റീലില് എത്ര സെക്കൻഡ് വരെ ഒരു റീൽ ഉണ്ടാവും? 15 സെക്കൻഡ് വരെ. എന്തുകൊണ്ടാണ് അത് 10 to 15 സെക്കൻഡ്? വെരി ഗുഡ്. എന്തുകൊണ്ടാ? അറ്റൻഷൻ സ്പാൻ വളരെ കുറവ് സർ. എങ്ങനെ? അറ്റൻഷൻ സ്പാൻ വളരെ കുറവായതുകൊണ്ടാണ്. ആർക്ക് കുറവാണ്? വെരി ഗുഡ്. ആർക്ക് കുറവാണ്? നമ്മുടെ ആൽഫ ജനറേഷനും ജെൻസിക്കും വളരെ കുറവാണ്. അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഇത് പിന്നെ 10 to 15 സെക്കൻഡ്. നിങ്ങൾ ആരും ഉദ്ദേശിച്ചല്ല റീൽ തന്നെ. നമ്മൾ പിന്നെ കട്ട് കാണാന്ന് പറയല്ലേ, കട്ടെടുത്ത് കാണാന്ന് പറയാം. അവരെ ഉദ്ദേശിച്ചുള്ള റീലാണ്. നമ്മളത് ഇടയിൽ കൂടെ എത്തി നോക്കുമ്പോൾ നമ്മളിൽ ഹാഫ് ജെൻസി ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ അത് കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഇപ്പൊ മുജീബ് സാർ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ മുജീബ് സാറിന് കൗതുകമുള്ള ഒരു റീലിൽ കുറച്ചു നേരം നോക്കി നിന്നു. എന്തോ ആയിക്കോട്ടെ, സാറിന് കൗതുകമുള്ള ഒരു ഇഷ്ടപ്പെട്ട റീൽ ഏതാ മുജീബ് സാറെ? സാർ ആ തലവേദനയും കൊണ്ട് ഇരിക്കുകയാണ്, അതാണ് ഒരു ചിരി എന്ന് പറയാം. ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഡാൻസ് പ്രോഗ്രാം. അപ്പൊ മുജീബ് സാർ അത് ഡാൻസ് പ്രോഗ്രാം ഒന്ന് കണ്ടു. ഓക്കെ, അപ്പൊ എന്ത് പറ്റും? പിന്നെ എന്താ നമ്മള് പണ്ട് പിന്നെ ഇങ്ങനെ ഈ ബ്ലൈൻഡ് കോൺസെപ്റ്റ് ഉള്ളവർക്കൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഈശ്വര, ഞാൻ മനസ്സിൽ വിചാരിച്ചതന്നെ കണ്ടുകൊണ്ടിരിക്കണം, മനസ്സിൽ വിചാരിച്ചതന്നെ വന്നുകൊണ്ടിരിക്കണം എന്നുള്ള നമുക്ക് വരാലോ. ഇതിന്റെ പേരാണ് എന്താണ് പറയാ, അതിനെന്താ പറയാ? ഞാനാണ് വിചാരിച്ചിട്ടുള്ളൂ. എപ്പോഴും എന്റെ മൊബൈലിൽ എപ്പോഴും ഇപ്പൊ ഈശ്വര പ്രാർത്ഥന ആണെങ്കിൽ എന്റെ മൊബൈലിൽ എപ്പോഴും റീല് ഈശ്വര പ്രാർത്ഥനയാണ്. ഓക്കെ, അങ്ങനെ ഇമാജിൻ ചെയ്തോളൂ. ഓക്കെ, എന്റെ ആണെങ്കിൽ എന്റെ മുഴുവൻ ഒന്നുകിൽ ഫിലോസഫി, അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ മോട്ടിവേഷണൽ വേർഡ്സ്, അല്ലെങ്കിൽ അങ്ങനത്തെ അതേപോലെ കണ്ടന്റ് ഉള്ള ഏതെങ്കിലും സാധനങ്ങളായിരിക്കും. കാരണം ഞാൻ സ്റ്റക്ക് ആവണത് മുഴുവൻ അങ്ങനത്തേലാണ്. അപ്പൊ എന്റെ വേറെ പാന്റ് ഷർട്ട് ഒന്നും വരും, ചാൻസ് കുറവ്. ഓക്കെ, പിന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അത് കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ്. നമ്മളിവിടെ കഞ്ഞിപ്പയർ ആണെങ്കിലും ചിലപ്പോ മറ്റേ വിദേശത്തൊക്കെ മീനിനെ, സാൽമൺ ഫിഷിനൊക്കെ പൊരിക്കുന്നത് പുഴേന്റെ പക്കത്തൊക്കെ ഇരുന്ന് പൊരിക്കുന്നൊക്കെ. അതാണ്. സോ നിങ്ങൾ പറ, നിങ്ങളുടെ ഫേവറേറ്റ് വീഡിയോ എങ്ങനെ റിപ്പീറ്റ് ആവണം? അതിന് പറയുന്ന പേരെന്താ?
ആൽഗോരിതം വെരി ഗുഡ് വരും. അപ്പൊ ആൽഗോരിതം വർക്കൗട്ട് ആവും. ഈ ആൽഗോരിതം ഉണ്ടായിട്ടുള്ള തന്നെ ഇപ്പൊ ഇങ്ങനെയാണ്. ഇതിപ്പോ അപ്പൊ കുട്ടികളെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ ജെൻസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പൊ നിങ്ങൾ ആ ആൽഗോരിതം വർക്കൗട്ട് ചെയ്യും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഭയങ്കര മൊബൈലൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ സംഭാഷണങ്ങൾ വരെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ ഭാവിയിൽ വരാനുള്ളതാവാം. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ സംഭാഷണം, ഉറക്കെ ചിന്തിക്കണ ഏത് സാധനം അൽഗോരിതം ക്യാച്ച് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ പിന്നെ ഇതില് റീലില് കാണുമ്പോ അറിയാതെ എങ്ങനെയെങ്കിലും മറ്റേ നൂഡ് സാധനങ്ങൾ കാണുമെങ്കിൽ പണിയാവുക. കാരണം അതന്നെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ കുട്ടികളെ കയ്യിൽ മൊബൈൽ കിട്ടുമ്പോ അതന്നെ വന്നുകൊണ്ടേയിരിക്കും. ജസ്റ്റ് സൂചിപ്പിച്ചതാണ് ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ അപകടം പറഞ്ഞത്. അപ്പൊ നമ്മളെ സ്റ്റോറീസ് ഇങ്ങനെയൊക്കെയാണ്. എന്താണ്, മഴുവാണ്, പിന്നെ ഇതാണ്, മുയലാണ്, കാക്ക വെള്ളത്തിലിട്ടതാണ്. ഇവരുടെ സ്റ്റോറീസ് ഒന്ന് പറയാൻ പറ്റുമോ? ഇവരുടെ സ്റ്റോറീസ്, ഇവർക്ക് ഇഷ്ടമുള്ള സ്റ്റോറീസ്. ഞാൻ അതാ പറഞ്ഞത് 2 സെഷനെങ്കിലും ഇത് വേണം. ഇവർക്ക് ഇഷ്ടമുള്ള സ്റ്റോറീസ്. ഇവർക്ക് ഈ മാർവൽ സീരീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ സിനിമ, അതേപോലെ റോബോട്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട കഥകള്. ഓക്കെ. ആ ഹാബിറ്റാറ്റ് മാറി. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ MTയുടെ കഥകളൊക്കെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള MTയുടെ കഥകളും പിന്നെ അങ്ങനത്തെ ഒരുപാട് തീഷ്ണമായ പ്രണയങ്ങളുടെ കഥകളൊക്കെ വായിച്ച ഒരാൾക്ക് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു ആവറേജ് അല്ലെങ്കിൽ അഡോളസെന്റ് ഏജിൽ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കും. ഒരു പുഴേന്റെ പക്കത്തൊരു വീട്. ഓക്കെ. അവിടെ പിന്നെ നമ്മളും നമ്മളുടെ ഇഷ്ടപ്പെട്ട കുട്ടിയും കൂടെ അല്ലെങ്കിൽ താമസിക്കാം. ചെറിയൊരു തോണി. അതന്നെ ഇറക്കിക്കോളെ, സാർ ഇറക്കുക, നോക്കട്ടെ, കേക്കട്ടെ അതൊക്കെ തോണി. പിന്നെ അവിടെ ആ ഒരു നിങ്ങളുടെ സങ്കല്പം അതായിരിക്കും, ആവണം അല്ലേ? ആണോ? അതെ അന്നത്തെ ഈ പ്രേമവും കൊണ്ട് ഇപ്പത്തെ പിള്ളേരുടെ അടുത്തേക്ക് പോയിട്ട് ഇറക്കിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് പുഴയും ഇതും തോണിയും ഇതൊന്നും വേണ്ട. ഓക്കെ. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും സുന്ദരമായ ഒരു നിമിഷം, ഞാൻ ഒരു ദിവസം ചാർലിയാറിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അന്ന് അൺഎക്സ്പെക്ടഡ് ആയൊരു സമ്മർ റെയിൻ ഉണ്ടായപ്പോ ഇടി വെട്ടിയിട്ട് എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റിയില്ല. അപ്പൊ ആ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ആ ഇതിലേക്ക് വീഴുമല്ലോ. അപ്പൊ നമ്മൾ വെള്ളത്തിൽ ഊളിയിട്ടിട്ട് ആ വെള്ളത്തുള്ളികൾ കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ആ തുള്ളികൾ ഇങ്ങനെ വീഴുന്നത് നിങ്ങൾ നോക്കി നോക്കുന്നുണ്ട്. അത് നല്ല രസമാണ്. തെളിഞ്ഞ വെള്ളത്തിൽ വേനൽ മഴ വരുമ്പോൾ നേരെ ഊളിയിട്ട് ഇറങ്ങിയിട്ട് ഇത് കാണുകയാണെങ്കിൽ അതൊരു ഒരു കവിതയിലുണ്ട്. അത് ഞാനത് കവിത വായിച്ചിട്ടാവണം ഞാനിത് കണ്ടിട്ടുണ്ടാവുക. ഓക്കെ. എനിവേ അത് ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഇതും കൊണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഇത് പ്രേമം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ പണി. കാരണം അവർ ഡിജിറ്റൽ ഹാബിറ്റായിട്ടാണ്. നിങ്ങൾ അതിന് പകരം ഒരു വലിയ സൂപ്പർ കമ്പ്യൂട്ടർ, അതിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ വൈഫൈ, ഓക്കെ, അതിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ്, അതിവിടെ ആ ഒരു ഏരിയയിൽ ഒരു വീട്, അങ്ങനെ പറഞ്ഞു നോക്കിയേ, കുട്ടികൾ പെട്ടെന്ന് വീഴും. ആ ഒരു റേഞ്ചിലോട്ട് കാലഘട്ടം പോയി. ഓക്കെ. അവരുടെ ഡിജിറ്റൽ ഹാബിറ്റാറ്റ് ആണ് ഇപ്പോ. അതായത് അവർക്ക് ടാബോ ഇതോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, മൂന്നാമത്തെ ഒരു അവയവമായിട്ടാണ്, അഡീഷണൽ അവയവമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു ചിന്തകൾ അവർക്ക് കൊടുക്കരുത്. അപ്പൊ നിങ്ങൾ വീടുകളിൽ മൊബൈലില് പിടിച്ചു വെക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് ഈ പിന്നെ ടെറസിന്റെ മുകളിൽ പോയി ചാടാൻ പോണത്. കാരണം അവർക്ക് ഒരു അവയവം മിസ്സിംഗ് ആണ്. അതിന് പറയുന്നതാണ് ഫോമോ. എന്താണ് ഫോമോ? അത് വലിയൊരു രോഗമാണ്. കാരണം അവർക്ക് വേറെ ഇന്ററാക്ട് ചെയ്യാൻ, മാൻ ടു മാൻ ഇന്ററാക്ട് ചെയ്യണമെന്നൊന്നും ഇല്ല. നമ്മൾ ആളുകളായിട്ട് ഇന്ററാക്ഷൻ, നമ്മൾ പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടായ്മകൾ നിങ്ങൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യും, സംസാരിക്കും. ഇതിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുക അതാണ്, ഫിസിക്കൽ കോണ്ടാക്ട് ആണ്. അല്ലെങ്കിൽ ആളുകൾ കാണുക, ടച്ച് ചെയ്യുക, ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുക. എത്രയോ പ്രാവശ്യം ഈ ഗ്രൂപ്പുകളിൽ ചായ കുടിക്കാൻ പോയിട്ടുണ്ട്, ഇല്ലേ? ആണല്ലോ. പക്ഷെ അവർക്ക് പിന്നെ അവരുടെ ഈ അവയവം വഴിയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ. ഇസ് എ മെയിൻ ഓർഗൻ. ഹാർട്ടിനേക്കാളും ഇമ്പോർട്ടൻസ് ഉള്ള ഓർഗൻ, ബ്രെയിനിനേക്കാളും ഇമ്പോർട്ടൻസ് ഉള്ള ഓർഗൻ. ഇതാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ. എല്ലാവർക്കും ലോകമായിട്ടുള്ള കോണ്ടാക്ട് ഇതാണ്. അപ്പോ നമ്മൾ അതിന് പറയുന്നതാണ് ഫോമോ. എന്താണ് ഫോമോ? ഫിയർ ഓഫ് സംതിങ് മിസ്സിംഗ് ഔട്ട്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. എന്തെങ്കിലും നഷ്ടപ്പെടുക എന്നുള്ള ഒരു ഇതാണ് ഫോമോ എന്ന് പറയുന്നത്. നമുക്കും വന്നിട്ടുണ്ടാവാം അത്. നമ്മളൊക്കെ അതിൽ മാറി, അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ പിന്നെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഉള്ളതാണ് ഈ ഒരു മൊബൈൽ ഇല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് വീടുകളിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾ
ആ മൊബൈല് എടുത്ത് വലിച്ച് എറിയരുത്, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കരുത്. അത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ജോമോയിലേക്ക് പോകണം. എന്താണ് ജോമോ? ജോമോ ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. FFER ആണെങ്കിൽ ഓഫ് മിസ്സിംഗ് ഔട്ട് തന്നെയാണ്. Joy of missing out. ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് നിങ്ങൾ ഇത് മിസ്സാക്കിയിട്ട് ഒരു സംഭവം കൊടുത്തു നോക്കും. ഇപ്പൊ ഞാൻ എൻ്റെ മകന്റെ അടുത്ത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷിയാണ്. ഇപ്പൊ 2 മാസമായിട്ട് അത് വർക്കൗട്ട് ആവണ്ടേ. അവൻ ഇന്നലെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാല് അവൻ കുഴിച്ചിട്ട് അവനെ കൊണ്ട് തന്നെ കുഴിച്ചിരിച്ച് ഞാനും അതിന്റെ കൂടെ നിൽക്കും. പയറുണ്ടായി. അപ്പൊ അവന് അതിന് ഒരു 10 പയർ ഹാർവെസ്റ്റ് ചെയ്തു. ഇന്നലെ ഭയങ്കര ത്രില്ലാണ്. ഞാൻ ഇന്നലെ പാലക്കാടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഭയങ്കര ത്രില്ലാണ്. അതില് വഴുതനങ്ങ കായ്ച്ചു വരുന്നുണ്ട്. അപ്പൊ ആ കായ്ച്ചു വരുന്നത് കണ്ടിട്ട് ചെറിയ കുരുവായിട്ട് കാണുമ്പോൾ അവന് ഭയങ്കര ചെറിയ കായായിട്ട് കാണുമ്പോൾ അവന് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പൊ തെങ്ങ് ഇട്ട് വെച്ചു. അപ്പൊ അത് ജെൻസിനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കളും റിസർച്ച് മെറ്റീരിയൽ. അപ്പൊ അവന് ഇഷ്ടം. പിന്നെ അവനോട് ഞാൻ ചോദിച്ചു, നമുക്ക് അവർക്ക് ഇത് കൊടുക്കണം കേട്ടോ, ഓണർഷിപ്പ് കൊടുക്കണം, ഏതൊക്കെ കുഴിച്ചിടാം. കാരണം അവനങ്ങനെ ചെടികൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. 10ാം ക്ലാസ് ആയാലും നമ്മള് 10ാം ക്ലാസ് ആണ് കുട്ടി. അപ്പൊ അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനങ്ങനെ ഓരോന്ന് സെൻസിറ്റൈസ് ചെയ്യാൻ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഏതാ നമ്മൾ കുഴിച്ചിടാം. ഞാൻ തെങ്ങ് തൈ വാങ്ങിക്കൊണ്ടിരാൻ തോന്നുന്നു. അങ്ങനെ 3 തെങ്ങ് തൈ കൊടുക്കും. അപ്പൊ അവൻ പറയാ, അവന് വാഴ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ പറഞ്ഞു വാഴ മതി. എന്റെ പേര് നിങ്ങൾക്ക് അറിയാതിരിക്കണം, ജുനൈസ് വാഴയിൽ. ഇനി വാഴ എന്ന് പറഞ്ഞാൽ ഇനി വംശവൃക്ഷമായിട്ട് കണക്കാക്കിയിട്ട് അങ്ങനെ നൊസ്റ്റാൾജിക് ആയിട്ടാണോ? അല്ല, അവൻ എന്താ വെച്ച് കഴിഞ്ഞാല് വാഴയാകുമ്പോ പെട്ടെന്ന് ഉണ്ടാവും. അവര് സ്പീഡാണ്. പയർ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യാബേജിന് അവൻ വെറുക്കുന്നു. കാരണം ക്യാബേജ് കുഴിച്ചിട്ടിട്ട് ക്യാബേജ് കായ്ച്ചില്ല, അതിൽ ക്യാബേജ് ഉണ്ടായില്ല. അവൻ നന്നായിട്ട് നോക്കി, പക്ഷെ അത് ഉണ്ടായില്ല. അപ്പൊ ഇനി ക്യാബേജിന്റെ തൈ തന്നെ ഇവിടെ കൊണ്ടുവരുന്ന റൂളാണ്. അപ്പൊ അടുത്തതാണ് ഇത് വാഴ എല്ലായിടത്തും വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വാഴക്കന്ന് തപ്പി നടക്കിയത്. ഞാൻ ആ സമയത്ത് കിട്ടിയില്ല. അപ്പൊ ഇനി വാഴ വെക്കണം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് ഹാർവെസ്റ്റ് ആവും. ഓക്കെ. പിന്നെ അത് വെട്ടിയെടുക്കാൻ എളുപ്പമുണ്ട്, വാഴയല്ലേ. ആ പ്രോസസ്സ് അവൻ തന്നെ ചെയ്യും. വാഴ വെട്ടി ഇതൊക്കെ ആക്കി ചെയ്യും. അപ്പൊ നമ്മൾ ഇത് കോൾഡ് ആ 2 മണിക്കൂർ ഉണ്ടല്ലോ, അത് മെനക്കെടണം. ആ സമയത്ത് അവൻ മൊബൈൽ യൂസ് ചെയ്യില്ല. അങ്ങനത്തെ ചിന്തകളില്ല. സോ ദാറ്റ്സ് കോൾഡ് ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. അത് നമ്മള് ഒരു കുട്ടികൾക്ക്, വേറെ ചെറിയ കുട്ടികളെ കെയർ എടുക്കാൻ കൊടുക്കുക, അതേപോലെ ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്യുക, ആക്റ്റീവ് ആക്കുക. നിങ്ങൾ സോഷ്യൽ വർക്കിൽ ആക്റ്റീവ് ആക്കുക എന്നുള്ളത്. സോഷ്യൽ വർക്കിൽ ആക്റ്റീവ് ആക്കുമ്പോൾ അവർ ഇന്ററാക്ഷൻ കൂടും. അതല്ലെങ്കിൽ അവർക്ക് ആങ്സൈറ്റിയാണ്. ആളുകളോട് സംസാരിക്കാനുള്ള അവരെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ആളുകളോട് സംസാരിക്കാനുള്ള ആങ്സൈറ്റിയാണ്. എങ്ങനെ സംസാരിക്കണം, എവിടെ തുടങ്ങണം എന്ന് അവർക്ക് അറിയും. ഓക്കെ. പ്ലസ് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോറീസ് എവിടെ കിടക്കണവർ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അറിയോ, ജെൻസിയുടെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഏരിയ പറയാൻ പറ്റും. ഏഷ്യയിലെ ഒരു രാജ്യമാണ് കൊറിയ. വണ്ടർഫുൾ. എല്ലാവരും, ഞാൻ ക്ലാസ് എടുക്കണ്ട, നിങ്ങൾ ക്ലാസ് എടുക്കണ്ടാണ്. കൊറിയൻ ഗ്ലാസ് സ്കിൻ കേട്ടിട്ടുണ്ടോ? ഗ്ലാസ് സ്കിൻ. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതായത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹം ആയതുകൊണ്ട് കുറച്ചും കൂടെ പണി കിട്ടുന്നത് നമുക്കാണ്. കൊറിയൻ ഗ്ലാസ് സ്കിൻ. കാരണം കൊറിയൻ ഡ്രാമാസ്, കൊറിയൻ മെലഡി കൊറിയൻ ബാൻഡുകള്, കൊറിയൻ അവരുടെ മ്യൂസിക് ബാൻഡുകള്, അവരുടെ ഡ്രാമാസ്, ഇതിലൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് അതിന്റെയൊക്കെ തീം ഇതാണ്. ഓക്കെ. എന്തായാലും വേർക്കണ ഒരാളില്ല. ഇവർക്ക് ഈ കൊറിയൻ ആളുകൾ, അതായത് നമ്മൾ ഒരു കാലത്ത് ടു ബി ഫ്രാങ്ക്, എൻ്റെ മൂക്ക് ക്രിക്കറ്റ് ബോൾ തട്ടിയപ്പോഴാണ് ഒന്നും കൂടെ പൊന്തിയത്. ഓക്കെ. ബോൾ തട്ടിയിട്ട് ചോര വന്നിട്ട് ഈറോഡ് പെരുന്തുര മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോ ഇനി അതുമ്മ തൊടാന്നാ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് പൊന്തിയത്. മറ്റേ പരന്ന മൂക്കായിരുന്നു. അപ്പൊ അവര് പിള്ളേര് നമ്മളെ ക്ലാസ്സിലൊക്കെ ചൈനീസ് മൂക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും, നമ്മളുടെ ബുള്ളിയും. ഓക്കെ. അപ്പൊ ഭയങ്കര വേദനിച്ചിരുന്ന ഒരാളാണ്. എന്റെ ഫേസ് കണ്ടിട്ട് ചൈനീസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് ഞാൻ ജെൻസി ആണെങ്കിൽ എനിക്ക് കുറച്ച് വില ഉണ്ട്. ഞാൻ എൻ്റെ മുടി സ്ട്രൈറ്റൻ ചെയ്തിട്ട് നടന്നു കഴിഞ്ഞാല്, ഓക്കെ, കുറച്ചൊക്കെ ഒന്ന് കുട്ടിയൊക്കെ ഇട്ടിട്ട് നടന്നു കഴിഞ്ഞാൽ, ഗ്ലാസ് സ്കിൻ ആക്കി കഴിഞ്ഞാൽ പിള്ളേരെൻ്റെ കൂടെ വരും. കാരണം ഇപ്പോ സൗന്ദര്യത്തിന്റെ സങ്കല്പം നമ്മളുടെ താടി വെച്ച പുരുഷൻ അല്ലെങ്കിൽ മീശയുള്ള പുരുഷൻ അങ്ങനത്തേന്ന് മാറിയിട്ട്
കൊറിയൻ ഗ്ലാസ് സ്കിന്നും കൊറിയൻ ഫേസുമായി. ഒരു പാട് പോലും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ എവിടെയെങ്കിലും വീണിട്ട് അവിടെ പാടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ റൊമാൻറ്റിക് ഔട്ട് സെക്ഷൻ നിങ്ങൾ ഔട്ടാണ്. ഔട്ടാണ്. യെസ്. ഔട്ടാണ്. എനിക്ക് ചിക്കൻ ബോക്സ് വന്ന് അവിടെ മൂക്കിലൊരു മുറിവൊക്കെ ഉണ്ടായതാണ്. ഇതൊക്കെ ഔട്ടാണ്. കാരണം ഇതൊന്നും പാടില്ല. ഇത് അപ്പൊ ഒരു ഇമാജിനറി അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സങ്കല്പത്തിലേക്ക് ഒരു വഴുതി വീണിട്ട് ഇപ്പൊ അടുത്ത ചോറ്റാനിക്കരയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം ഒരു കൊറിയൻ ഫ്രണ്ട് അയാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു. ആക്ച്വലി യെസ്. അയാൾ കൊറിയൻ ഫ്രണ്ട് ഒന്നും അല്ല. ഓക്കെ, അത് ഇവിടെ തന്നെയുള്ള ആരോ പറ്റിച്ചതാണ്. അപ്പൊ ഇയാൾക്ക് വട്ടായിട്ട് അവസാനം ഇയാൾ നിർത്തി പോയിട്ടുണ്ടാവും, അല്ലാതെ അയാള് മരിക്കാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവില്ല. അതിന് ഇവിടെ ആത്മഹത്യ നടന്നു കേരളത്തിൽ. സോ ഇതിന് ഇൻഡെപ്തില് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊറിയൻ സ്റ്റോറീസ്. ഓക്കെ, അതിന്റെ ഫാന്റസി വേൾഡ് ആണ്. അതിൽ റിയൽ ആയിട്ട് നമ്മൾ ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത കുറെ കഥകളാണ്. അതിൽ വേറെ ബുദ്ധിമുട്ടുകളില്ല, പ്രയാസങ്ങളില്ല. അപ്പൊ ഇതിന് നമുക്ക് 2 ടൈപ്പ് ഹാപ്പിനെസ് പറയാൻ പറ്റും. അതിൽ രണ്ടാമത്തെ ഹാപ്പിനെസ് ആണ് ഇതിന് 2 ടൈപ്പ് ഹാപ്പിനെസ് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഏതൊക്കെയാണ്? എന്റെ സമയം കഴിയാറായോ? ഇല്ല. ജസ്റ്റ് ഔട്ട്ലൈൻ ആണ് പറയുന്നത്. 2 ടൈപ്പ് ഹാപ്പിനെസ് പറയാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ എത്ര പേർക്ക് നീന്തൽ അറിയാം? എത്ര പേർക്ക് ഡ്രൈവിംഗ് അറിയാം? യെസ്, എനിക്ക് രണ്ടും അറിയാം. രണ്ടും അറിയാം. സാറ് നീന്തൽ പഠിച്ചിരുന്നപ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊന്ന് പറയാൻ പറ്റുമോ? നീന്തല് ഞങ്ങള് ഇത് കോളേജിലൊക്കെ പഠിക്കുമ്പോ ഞങ്ങളെ ഒരു ഫ്രണ്ടിന് ഒരു തുർത്തി ഉണ്ടായിരുന്നു. അപ്പം സാറ്റർഡേ സൺഡേ അവന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുമ്പോൾ തോണി കെട്ടി സൈഡിൽ വെച്ചിട്ട് അവിടുന്ന് ചാടി അങ്ങനെയാണ് പഠിച്ചതാണ്. അപ്പൊ നല്ലൊരു ബ്രാഹ്മിൻസ് വീടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാമായിരുന്നു. നീന്തലിന്റെ ആ പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഒന്ന് യെസ്, ആ തുരുത്തില് കുറെ ഫ്രണ്ട്സിന്റെ കൂടെ മുങ്ങി. കുറെ കാര്യങ്ങൾ സാറിപ്പോ ഒറ്റയടിക്ക് എനിക്ക് തോന്നുന്നു. ഒന്ന് അവരുടെ കൂടെ പോയി, ജെൻസി അങ്ങനെ പോകുന്നില്ല. രണ്ടാമത് വെള്ളത്തിലേക്ക് മുങ്ങി അവിടുന്ന് പിന്നെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു കുറെ, മെല്ലെ പഠിച്ചു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ബ്രാഹ്മൺ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോന്നു. അവിടെയും ഇന്ററാക്ഷൻ ഉണ്ട്, ആ വീട്ടുകാരുടെ പിന്നെ സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, സോ അത് ഇപ്പോഴും നിങ്ങൾക്ക് നൊസ്റ്റാൾജിക് ആണ്, ഓർമ്മയാണ് അല്ലേ? ഇപ്പൊ ഇന്നലെ കണ്ട റീൽ ഒന്ന് ഓർഡറിൽ പറയാൻ പറ്റുമോ? അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ് കാര്യം. ഇന്നലെ അങ്ങനെ ഓർഡറിൽ പറയാം. ഇല്ല, വാട്ടർ ആരെങ്കിലും മുജീബ് സാർ ആണെങ്കിലും ഇന്നലെ കണ്ട റീല് ആരെങ്കിലും ഒരാൾ ഓർഡറിൽ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 2 ടൈപ്പ് ഡോപ്പമൈൻ സെയിം ആണ്. ഡോപ്പമൈൻ ഹാപ്പിനെസ് ഹോർമോൺ ആണ്, സെയിം ആണ്. പക്ഷെ 2 ടൈപ്പിൽ നമുക്കത് കിട്ടും. ഒന്ന് റിയൽ ഹാപ്പിനെസ് ആണ്. അത് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്കില്ല് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ, ആ പ്രോസസ്സ് ഫ്രൂട്ട്ഫുൾ ആയി കഴിഞ്ഞാൽ അതിന് റിയൽ ഹാപ്പിനെസ് എന്ന് പറയും. ഓക്കെ, റിയൽ ഹാപ്പിനെസ് അത് ആളുകൾക്ക് പിന്നെ അധികം വേണ്ട. ചിലപ്പോ ഇപ്പോഴത്തെ ജനറേഷൻ മെനക്കെട്ടിട്ട് ഒരു ഹാപ്പിനെസ് വേണ്ട. ഓക്കെ, നമ്മൾ ആലോചിച്ച ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡ്രൈവിംഗ് പ്രോസസ്സ് മനസ്സിലാതെ അത് നേടി നമ്മൾ വണ്ടിയും കൊണ്ട് ഒരു ദിവസം പോകുമ്പോഴുള്ള ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് കോൾഡ് റിയൽ ഹാപ്പിനെസ്. ഇനി അടുത്താണ് ചീപ്പ് ഹാപ്പിനെസ്. അതേതാ പറയാൻ പറ്റുമോ? ചീപ്പായിട്ടുള്ള ഹാപ്പിനെസ്. റീല് കണ്ടിട്ട് ഇപ്പൊ മൊബൈല്, റീല്, കാരണം നമുക്ക് വേറെ സ്ട്രഗിൾ ഒന്നുമില്ല, തോണ്ടിക്കൊണ്ടേ ഇരുന്നാൽ മതി. ലോകം മൊത്തം നമ്മളടുത്ത് വരും, വലിയ സ്ട്രെയിൻ ഇല്ല, അതിലിങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കും. ചീപ്പ് ഹാപ്പിനെസ്. ചീപ്പ് ഹാപ്പിനെസ് നമുക്ക് ഡ്രഗ്സിലും കിട്ടും, പെട്ടെന്ന് കിട്ടുന്നതാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ നമുക്ക് ഓരോ ഡോപ്പമിൻ റിലീസ് ഉണ്ട്. ഇപ്പൊ നാഗേഷ് സാറെ കാണുമ്പോൾ എന്റെ ബ്രെയിനിലും റിലീസ് ഉണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ അമ്മയെ കാണുമ്പോൾ, അമ്മ മരിച്ചുപോയി എന്നാലും അമ്മയെ കാണുമ്പോൾ എനിക്കൊരു റിലീസ് ഉണ്ട്, അല്ലെങ്കിൽ അമ്മയെ കുറിച്ച് ഓർമ്മയിൽ എനിക്കൊരു റിലീസ് ഉണ്ട്, ഡോപ്പമൈൻ റിലീസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഓരോരുത്തർക്കും ഉള്ള ഇതിൽ നമുക്ക് ബോഡിയിൽ ഒരു ഹാപ്പിനെസ് റിലീസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഏത്? ഡ്രഗ്സില്. അപ്പൊ ഇവര് അത് ഓപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റവരോടുള്ള ഹാപ്പിനെസ് ഒക്കെ പോകും. അതുകൊണ്ടാണ് നമ്മൾ അമ്മയെ തല വെട്ടിയിട്ട് വാഴന്റെ ഇലയിൽ ആക്കിയിട്ട് വീട്ടിൽ വെക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛനെ വെട്ടിക്കൊല്ലുന്നത്. അതുകൊണ്ടാണ് വല്യമ്മയെ വെട്ടിക്കൊല്ലുന്നത്. ഒരു വീട്ടിൽ തിരുവനന്തപുരത്ത് കണ്ടില്ലേ, ഇഷ്ടപ്പെട്ട എല്ലാരും വെട്ടിക്കൊന്നു, കാമുകിനെയും വെട്ടിക്കൊന്നു പയ്യൻ. ഓക്കെ, അവന് അങ്ങനെ ഇറ്റ്സ് കോൾഡ് എന്താ പറയാ, ചീപ്പ് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അതിന്റെ പിന്നാലെ പോകണം. ഇപ്പൊ റീലാണെങ്കിലും ശരി,
ഈ കൊറിയൻ ഡ്രാമാസ് ഒക്കെ ചീപ്പ് ഹാപ്പിനെസ് ആണ്. അപ്പൊ നമ്മൾ അതിന്ന് നമ്മൾ അത് ക്യൂരേറ്റീവ് ഹാപ്പിനെസ് ആണ്. അതായത് ഈ കാണുന്ന ആൾക്ക് ആ റീൽ ഉണ്ടാക്കിയ ആള് ഒരുപാട് മെനക്കെട്ടിട്ടുണ്ടാവും. റീൽ ഉണ്ടാക്കിയ ആള് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. കാരണം അങ്ങനെ ഒരു ഫാമിലി സീനൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാലോ, ഒരു ഫാമിലിയിലൊക്കെ അല്ലെങ്കിൽ ഒരു നമ്മൾ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള സീൻസ് ഒക്കെ ഉണ്ടാക്കണം എന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. ഇപ്പൊ ഇന്നലെ കജോളിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു വാർത്തയിൽ ഞാൻ വായിച്ചതാ. അതായത് അവര് ഷാരൂഖ് ഖാനും കജോളും കൂടെയുള്ള ഒരു പാർട്ട് സീൻ ചിത്രീകരിച്ചത് -27 അതില് ആ കജോളിന് കൊടുത്തത് വളരെ തിന്നായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ അവർ പറയാം -27 എനിക്ക് അറിയില്ല എങ്ങനെ ഞാൻ പിടിച്ചു നിന്നത്, ഞാൻ ചാകാഞ്ഞത് ഭാഗ്യം. പക്ഷെ നമുക്ക് പാട്ട് കാണുമ്പോ ഭയങ്കര യൂറോപ്പിലെ മഞ്ഞിന്റെ അടിയിൽ കൂടെ പോയിട്ട് നല്ല ഡീസെന്റ് ആയിട്ടുള്ള പാട്ട്. കാനഡയ്ക്ക് ആളുകൾ അങ്ങനെയാണല്ലോ പോണ് അല്ലെ? കാനഡയ്ക്ക് പോണതിനാണ് ഭയങ്കര മഞ്ഞാണ്, അവിടെ എത്തിയിട്ട് കരഞ്ഞു വിളിച്ചു വിളിക്കുന്ന റീലും ഉണ്ട്. സോ റിയൽ ഹാപ്പിനെസ് അല്ലാതെ ചീപ്പ് ഹാപ്പിനെസ് ഒക്കെ പോകുമ്പോൾ, ചീപ്പ് ഡോപ്പമൈൻ വരുമ്പോൾ നമുക്ക് അത് കിട്ടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ കംഫർട്ട് സോണിലാവും. അതാണ് ഇവരുടെ പ്രോബ്ലം. അപ്പൊ മൊബൈലിൽ നിൽക്കുമ്പോൾ അവർ കംഫർട്ട് സോണിലാണ്. ആ കംഫർട്ട് സോൺ നമ്മളും പ്രൊവൈഡ് ചെയ്യണമാണ്. അപ്പോ അവരതിന്ന് പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയണേ, നമ്മളിപ്പോ നമ്മളുടെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മൾ അവരും തമ്മിൽ. ഓക്കെ, നമ്മളുടെ പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വീഡിയോ കാസറ്റ് അല്ലെ, വീഡിയോ കാസറ്റ് എടുത്തിട്ട് വാടക എടുത്തിട്ട് കാണുക ഉണ്ടോ? അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ടോ? വീഡിയോ കാസറ്റ് എടുക്കുക, വാടക എടുത്ത് കാണുക. ടിവിന്റെ ഞാൻ കോളേജിൽ പണ്ട് ഫേസ് ചെയ്തൊരു ഇഷ്യൂ ഉണ്ട്, അത് ഭയങ്കര കൗതുകമുള്ളതാണ്. അതായത് ഒന്ന് വേൾഡ് സന്തോഷ് ട്രോഫി ഉണ്ട്, ക്രിക്കറ്റും ഉണ്ട്. അപ്പൊ ഹോസ്റ്റലില് TV വെച്ചിട്ടുണ്ട്. അപ്പൊ ടിവിക്ക് ആന്റിനയാണ്. ആന്റിന നമ്മള് ചാനൽ. അപ്പൊ ക്രിക്കറ്റിന്റെ ആൾക്കാർ കൂടുതലായിരുന്നു. അപ്പൊ സന്തോഷ് ട്രോഫി കാണാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അന്ന് IM വിജയൻ ലാസ്റ്റ് മിനിറ്റിൽ ഗോളൊക്കെ അടിച്ച ദിവസം. അപ്പൊ ആ ക്ലൈമാക്സിൽ നിൽക്കുമ്പോ ഇവര് സന്തോഷ് ട്രോഫിക്കാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് മേലെ പോയിട്ട് മുകളിൽ പോയിട്ട് ആന്റിന തിരിച്ചു. അപ്പൊ അടിയായി. ഓക്കെ, ഇതാണ് 90കളിലെ അടി. ഇന്ന് ഞാൻ ആ ഹോസ്റ്റലിൽ അവിടെ പോയി കഴിഞ്ഞാൽ ചാനലുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ദിവസം ഞാനും 2 കാശ്മീരീസും ഉണ്ടാവും IPL കാണാൻ. അവരിപ്പോഴും ഇതിൽ TV തന്നെ കാണും. കാരണം അവർക്ക് വലിയ സിറ്റ് ആയിട്ടില്ലല്ലോ. ബാക്കി എല്ലാ മലയാളീസും കാണുന്നുണ്ടാവാം, പക്ഷെ അവരവരുടെ മൊബൈലിലാണ് കാണുന്നുണ്ടാവുക. അവരിങ്ങോട്ട് വരില്ല ഹോട്ട്സ്റ്റാർ ഓൺ ആക്കിയിട്ട്. സോ ദാറ്റ്സ് ദ തിങ്. നമ്മളുടെ ആ കാലഘട്ടത്തിലുള്ള നമ്മളുടെ കയ്യിലുള്ള ടൂൾസും ഇവരുടെ കയ്യിലുള്ള ടൂൾസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നെ ഇവർക്ക് റൊണാൾഡോ വലിയ റിസ്ക് ഇല്ല. റൊണാൾഡോനെ വാങ്ങാം, വിൽക്കാം. മെസ്സിനെ വാങ്ങാം, വിൽക്കാം. മൊബൈൽ ഗെയിംസ് ആണ് അല്ലെ? എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാൻ വിൽക്കുകയൊക്കെ ചെയ്യാം. നമ്മളെ കാലത്ത് അങ്ങനെ വാങ്ങാനും വിൽക്കാനും പറ്റില്ല. ടിവിന്റെ മുന്നിൽ നിൽക്കണം. കണക്കിന് ഇവിടെ RRC ക്ലബ് ഉണ്ട്, അവിടെ പോയിട്ടാണ് കണ്ടിരുന്നത്. സോ നമ്മള് അന്തരങ്ങൾ അങ്ങനെയാണ്, പ്ലാറ്റ്ഫോംസ് അങ്ങനെയാണ്. കാർട്ടൂൺ നെറ്റ്വർക്കും ദൂരദർശനാണ് നമ്മളുടെ പ്രധാനത്. ദൂരദർശനില് ഇത് മഹാഭാരതം. ഇപ്പൊ നേരെ പോയിട്ട് ഇതേപോലെ കൊറിയൻ ഫിലിംസും കൊറിയൻ കാര്യങ്ങളൊക്കെയാണ്. സോ പറഞ്ഞു വന്നത്, നമ്മൾ എന്ത് ചെയ്യണം എന്നല്ല, ഞാൻ അതിന്റെ ഷോർട്ടാക്കാം. ഇത് ഞാൻ അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഡെപ്തിലേക്ക് പോകാൻ കുറെ കൂടെ ഉണ്ട്. അപ്പൊ സമയം അതിക്രമിച്ചിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നതിൽ നമുക്ക് ഇവരെ ഫോമോ എന്ന് ജോമോക്ക് ജമ്പ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് അവര് വേറെയും നമ്മൾ വേറെയും ആയിട്ട് നടന്നിട്ട് കാര്യമില്ല. കടലില് നമ്മൾ അതേപോലെ സമ്മറി കൺക്ലൂഷനിലേക്ക് വരുമ്പോ ഇതാണ്, കടലില് നമ്മള് തിരമാല വരുമ്പോ ഭിത്തി കെട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നീന്താൻ പഠിപ്പിക്കാം, അവരെ നീന്താൻ പഠിപ്പിക്കാം. സോ നമ്മളുടെ കാലഘട്ടവും അവരുടെ കാലഘട്ടവും ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. പണ്ടൊന്നും അത്ര ജനറേഷൻസ് തമ്മിൽ വലിയ ഡിഫറൻസ് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. കാരണം ഇതൊരു ന്യൂ ബോൺ ബേബി ആയിട്ട് തന്നെ കണക്കാക്കണം. കാരണം ഇവരുടെ പ്ലാറ്റ്ഫോം തന്നെ വേറെയാണ്. ഇവർ ജനിച്ചിട്ട് തന്നെ AI-ലോട്ടാണ്, സ്മാർട്ട് ഫോണിലോട്ടാണ്. അവരത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുവഴി അവർക്ക് സക്സസ് ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോഴ് ഒരുപാട് കമ്പ്യൂട്ടർ ബേസ് ചെയ്തുള്ള കോഴ്സുകൾ വന്നു, അത് പഠിച്ചു. അങ്ങനെ ഒരുപാട് ആൾക്കാർ മൈക്രോസോഫ്റ്റിലും എല്ലാത്തിലും കയറി. ഓക്കെ, അല്ലെങ്കിൽ ഇൻഫോസിസിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ IT ഫീൽഡിലോ കയറി. സോ അതേപോലെ ഇപ്പോഴത്തെ ഡിവൈസസിന് അവർക്ക് തന്നെ കൊടുക്കുക, അവരതിൽ സ്മാർട്ട് ആവുക,
എന്നിട്ട് അവര് പുതിയ ഒരു പിന്നെ ഇതിലേക്ക് വരിക എന്നുള്ളതാണ്. അതിന്റെ കൂടെ അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ പിന്നെ ഫോൺ അവരുടെ കൂടെ തന്നെ നിന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. അത് ഹൗ ടു യൂട്ടിലൈസ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ആൻഡ് ഫോൺ സെപ്പറേഷൻ ആങ്സൈറ്റി വെറുതെ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ തന്നെ വീടുകളിൽ കുറെ സ്ട്രെസ് കുറഞ്ഞു. അവരുടെ ഡിവൈസിന്റെ നിങ്ങൾ പിന്നെ വാങ്ങിക്കൊടുത്താലും വാങ്ങിക്കൊടുത്തില്ലെങ്കിലും നിങ്ങൾ അവരെ സംഘടിപ്പിക്കും, അതിൽ ഉപയോഗിക്കാൻ പഠിപ്പിച്ചാലും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും മറ്റേ അവർ ഈ പഠിക്കും. അറബി കഥകളിൽ പറഞ്ഞ പോലെയാണ്. ഓക്കെ, ഒരാൾ ഒരുമ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യും. നമ്മൾ ആന മണ്ടത്തരം കാണിക്കരുത്. മൊബൈൽ ഇല്ല വേൾഡിൽ അവരുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അത് ഒരു നോർമൽ ഇതിൽ നിങ്ങളുടെ സാലറിനെ കുറിച്ചുള്ള അവരെ അവബോധം വരുത്താൻ നമുക്കുള്ള പിന്നെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് അവർ അവബോധം വരുത്തുക, അവർക്ക് ഓണർഷിപ്പ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സ്കൂളുകളിലും പോകുമ്പോൾ ഒരു വലിയ കേസായിട്ട് ഇത് മാറ്റരുത്. അതായത് മൊബൈൽ കണ്ടുപിടിച്ചു, അതുകൊണ്ട് അവൻ സ്കൂളിലേക്ക് മൊബൈൽ കൊണ്ടുവന്നു, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഹാരാസ് ചെയ്യുക, പ്രിൻസിപ്പളിനെ വിളിക്കുക, പൊട്ടുക, ടീച്ചേഴ്സിനോടുള്ള റിക്വസ്റ്റും കൂടിയാണ്. അതൊന്ന് സബ്സൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടി അതിൽ തന്നെ റിക്കവറി ആവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കുട്ടീനെ പ്രിൻസിപ്പൾ അടുത്തേക്ക് മൊബൈൽ കൊണ്ടുപോയാണ്, അവന് തെറ്റായിട്ട് തോന്നുന്നില്ല, കാരണം അവന്റെ ഓർഗനാണത്, അവന്റെ ഒരു പിന്നെ ഇന്റഗ്രൽ പാർട്ടാണത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ ആകെ അവരെ നമുക്ക് നന്നാക്കാൻ കിട്ടുക 6 മണിക്കൂറാണ്. ബാക്കി 18 മണിക്കൂർ പുറത്താണ് അവര്. അതായത് നമ്മള് ഭയങ്കര തെറ്റിദ്ധാരണകളുണ്ട്. അതായത് നമുക്ക് ഇവരെ ഉപദേശിച്ച് നന്നാക്കാന്നുള്ളത്. ഉപദേശം, അതും 1 മണിക്കൂർ ഉപദേശം എന്നൊക്കെ പറഞ്ഞാൽ അവര് പകുതി മുക്കാലും കേൾക്കില്ല. പഴയ തലമുറയല്ല, ഉപദേശം അവർക്ക് പറ്റില്ല. ഇപ്പൊ ഞാൻ ഇവിടെ പെരിന്തൽമണ്ണ ഒരു ബാർബർ ഷോപ്പിൽ പിന്നെ ഷേവ് ചെയ്യാൻ പോയപ്പോഴേ അവിടെ അവര് തൊട്ടടുത്ത് ഉള്ള ഒരു അവിൽ മിൽക്കിന്റെ കഥ പറഞ്ഞു. അപ്പൊ അവിടെ പറഞ്ഞു, സാറേ ഇവിടെ പിന്നെ 2 മണിക്ക് 3 മണിക്കൊക്കെ ജെൻസി പിള്ളേർ വന്നിട്ട് അവിൽ മിൽക്ക് കഴിച്ചു പോകും. ഓക്കെ, വേറെ മോശമൊന്നുമില്ല, അവർ അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി വരും. അത് 24 hours, ആ ഷോപ്പിന്റെ പേര് തന്നെ പട്ടാമ്പി റോഡിലുള്ള 24 hours ആണ് ഷോപ്പ്. 24 hours ആണ് ഷോപ്പ്. അപ്പൊ ഞാൻ 24 hours ഒക്കെ അവിൽ മിൽക്ക് വെക്കണ, വേറെ ചായയും കാപ്പിയൊക്കെ ആണെങ്കിൽ അല്ല, 2 മണിക്ക് 3 മണിക്കാണ് വരിക. അപ്പൊ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാല് നിങ്ങള് 9:30-10 മണിക്ക് കിടക്കണാണ്. ഓക്കെ, അവരെ 10 മണിക്ക് കിടത്തി കഴിഞ്ഞാൽ അവര് നിങ്ങളെ വിളിക്കുന്ന പേരാണ് തന്ത വൈബ്. അതായത് തന്ത വൈബാണ്. ആ ഉറക്കം എന്ന് പറഞ്ഞാൽ തന്ത വൈബാണ്. അവര് മിനിമം 2 മണി 3 മണി, ഹോസ്റ്റലിലൊക്കെ നിങ്ങൾ എങ്ങനെ പൂട്ടിക്കെട്ടിയാലും 2 മണി 3 മണിക്കാണ് അവര് ഇതാക്കുക. ഓക്കെ, എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി പിന്നെ 9:10 വന്നു, 9:05-10. അപ്പൊ പിന്നെ ഞാന് പിന്നെ കുട്ടീനോട് 9 മണിയൊക്കെ അല്ലേ നമ്മൾ സാധാരണ ഹോസ്റ്റലിലുള്ള, അതായത് 5 മിനിറ്റ് പോലും നടക്കാനില്ല. അപ്പൊ ഞാൻ അവനെ പുറത്തിരുത്തി, എന്നിട്ട് അവനോട് സംസാരിച്ചു. അപ്പൊ അവൻ പറഞ്ഞു അലാറം വർക്ക് ചെയ്തില്ല. അതിൽ ഞാൻ ഫാദറിനെ വിളിച്ചു. പിന്നെ അലാറം വർക്ക് ചെയ്തില്ല. നമ്മളെ സങ്കല്പം എന്താണ്? 5 മണിക്ക് അലാറം വർക്ക് ചെയ്തില്ല എന്നാണ് നിങ്ങൾ ആലോചിക്കണത്. ഇവന് ക്ലാസ്സിക്ക് വരാൻ വേണ്ടി 8:15 അലാറം വെക്കുന്നത്. അവന് കുളിക്കണം, ഭക്ഷണം കഴിക്കണം, എന്നിട്ട് ഓടി വരണം. അന്ന് അലാറം വർക്ക് ചെയ്തില്ല. ഫാദർ എന്നോട് എക്സ്ക്യൂസ്, അതിലും വലിയ ജെൻസി, സാറേ അലാറം വർക്ക് ചെയ്താത്തതുകൊണ്ടാണ്, ഇന്നൊന്ന് ക്ഷമിക്കണം, അലാറം വർക്ക് ചെയ്തില്ല. 8:15 അലാറം. ഇപ്പാണ് ഇമാജിൻ, 8:15 അലാറം. നമ്മൾ വെക്കണ അലാറം എപ്പോഴാ? 5 മണി, 5 മണി. അപ്പൊ ഇത് 8:15 അലാറം. സോ യു അണ്ടർസ്റ്റാൻഡ്. അതായത് നൈറ്റ് ലൈഫ് കൂടുതലാണ്. അപ്പൊ രാവിലെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾക്ക് അവരെ ഇൻവോൾവ് ചെയ്യിക്കുക. കുറ്റം പറയാതെ കൊണ്ടു നടന്നാൽ ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ് ഇവര്, ഭയങ്കര സത്യസന്ധരുമാണ്. ട്രാൻസ്പെറന്റ് ആണ്, സത്യസന്ധരാണ്, സോഫ്റ്റ് ആണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അവര് ചോദിക്കുന്നതിനുള്ള മറുപടികൾ കൊടുക്കാൻ പറ്റണം, അവർ പറയുന്നതിനുള്ള മറുപടികൾ കൊടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ എന്റെ മോന് ഇവിടെ ഇവിടെ ഒരു മുറിവുണ്ടായി, ഒരു കൈയിന്റെ ഇവിടെ ഈ ഭാഗത്ത് ചെറിയ മുറിവുണ്ടായി. അപ്പൊ അവന്റെ ഏറ്റവും വലിയ ടെൻഷൻ അതാണ്. അവൻ ഇതേപോലെ കൃഷിക്ക് പോയപ്പോ ഒരു കമ്പ് തട്ടി മുറിഞ്ഞതാണ്. അപ്പൊ നമ്മളതിനെ വലിയ കാര്യമായിട്ട് കാണണം. അപ്പൊ നമ്മള് പാടത്തിറങ്ങിയപ്പോ പണ്ട് മേല് മൊത്തം മുറിവായിട്ട് ആകെ ഈ ചോരയും നീരുമായിട്ട് അവൻ വന്നിട്ടുണ്ടാവുക. നമ്മള് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. പുല്ല് വെട്ടാൻ പോയപ്പോ ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ കാട് വെട്ടുമ്പോഴൊക്കെ നമ്മളെ തൊട്ടാവാടിന്റെ കാലിലൊക്കെ വരവുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഇവർക്ക് ടോളറൻസ് കുറവാണ്. സോ എനിക്ക് ഒരു പാതിയിൽ നിർത്തേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊരു വലിയ ടോപ്പിക്കാണ്, ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്ക് വളരെ ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞു. അതായത്
ഫോൺ അവരുടെ Yes. ഇന്റഗ്രൽ പാർട്ടാണ്. പാർട്ടാണ്. അത് എടുത്തു Yes. കഴിഞ്ഞാൽ ഫോൺ സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാവും. അത് അവരിൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഉണ്ടാക്കും. നിങ്ങൾ അതിനെ ഏറ്റവും അർജന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞത് ജോയ് ഓഫ് ജോബോ മിസ്സിംഗ് ഔട്ടിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുപോകുക മാറ്റണം. എന്നുള്ളത്. സോ വിത്ത് Yes. ദീസ് വേർഡ്സ് ഐ വൈൻഡ് അപ്പ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ Yes. ഇതിലേക്ക് വീണ്ടും ഒരു അവസരം തന്നതിന് രേഖ Yes. മാഡത്തിന് എല്ലാവർക്കും മുജീബ് സാറിനും എല്ലാവർക്കും നന്ദി പറയും. താങ്ക് യു. Yes. താങ്ക് യു ജുനീസ് സാർ. വളരെ Yes. ആനുകാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക്കാണ് ലൈൻ